ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രശ്നേഷ് കുട്ടാപ്പിയുടെ പുതിയ വീഡിയോ ആണ് ഗൈസ്. നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് മറ്റേ കൊച്ചിന്റെ വീഡിയോ ഉണ്ട്. ഒരുമാതിരി മൈൻഡ് ഇതായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പേട്ടർ കുത്തി മറിച്ചില്ല എനിക്ക് സമാധാനം വരത്തില്ല. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ പ്രശ്നേഷ് 1-2 വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ പ്രശ്നേഷിനെതിരെ കേസൊക്കെ ആയിട്ടുണ്ട്. മെയിൻ സ്ട്രീം ചാനലുകളിൽ വരെ പ്രശ്നേഷിന്റെ ന്യൂസ് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ന്യൂസിൽ നിന്നും തുടങ്ങാം. കോമഡിയാണ് കേട്ടോ, മൊത്തത്തിൽ കോമഡിയാണ്. അപ്പം പ്രശ്നേഷിന്റെ ന്യൂസ് നമുക്ക് കാണാം ഗൈസ്. ഗ്രീൻ ഹൗസ് ക്ലീനിംഗ് സർവീസ് എന്ന യൂട്യൂബ് ചാനൽ ഉടമ രോഹിത്തിനെതിരെ കേസ്. സഹോദരിയുടെ പരാതി ചെറുക്കൻ പൊളിക്കാട്ടോ, വാർത്തക്കത്തൊക്കെ വന്ന് എനിക്ക് വയ്യ. ആലപ്പുഴ പോലീസ് കേസെടുത്തത്. സഹോദരിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് കേസ്. റോയ് കുട്ടാർച്ചിറയുണ്ട് വിശദാംശങ്ങളുമായി. റോയ്, എന്താണ് ഈ പരാതിക്ക് അടിസ്ഥാനം? പർവതി, ആലപ്പുഴയിൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ് പ്രശ്നേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന, പ്രശ്നേഷ് ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ്. ആലപ്പുഴയിൽ അറിയാം, ന്യൂസിനകത്ത് വരെ പ്രശ്നേഷ് എന്നറിയപ്പെടുന്ന, പ്രശ്നേഷ് ഗ്രീൻ എന്നറിയപ്പെടുന്ന. എന്റെ പൊന്നോ, നീ ആധാറിനകത്തും മറ്റേ 10ന്റെ സർട്ടിഫിക്കറ്റിനകത്ത് ഇനി പ്രശ്നേഷ് എന്ന അതാ നല്ലത്. ഇനി നിന്റെ പേരെന്തോ റോഹിത് എന്തോ അതിനി ഇവിടെ പ്രസക്തി ഇല്ല. ന്യൂസുകാര് വരെ പ്രശ്നേഷ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ പ്രമുഖനായ പ്രശ്നേഷ്. എന്റെ പൊന്നടാവേ, നീ വിജയിച്ചടാ പോലെ, നീ വിജയിച്ച്. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ന്യൂസ് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ന്യൂസ് എന്തായാലും മൊത്തം വെക്കാൻ നിൽക്കുന്നില്ല, കാരണം ഇവന്മാർക്ക് വലിയ ധാരണയില്ല. ഇവർക്ക് പ്രശ്നേഷ് ആരാണെന്ന്, എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറയുന്നത് എങ്ങാണ്ട് കിട്ടിയ അറ്റവും വരെയൊക്കെ വെച്ച് ന്യൂസ് ആക്കുന്നത്, അതാണ് കാര്യം. എന്താണെങ്കിലും പ്രശ്നേഷിനെ ഉടനെ പോലീസ് പൊക്കും എന്നാണ് ന്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പ്രശ്നേഷിന്റെ വീഡിയോ ചെയ്തതിന് ശേഷം പ്രശ്നേഷിന്റെ അമ്മയുടെയും അനിയത്തിയുടെയും ഒരു ചെറിയൊരു 10-12 മിനിറ്റുള്ള ഒരു ഇന്റർവ്യൂ ഐബ് വള്ളിക്കടൻ എന്ന് പറഞ്ഞൊരു ചാനലിനെ തോന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അതിനകത്ത് ഒരു അമ്മയും പെങ്ങളും വന്ന് വളരെ ദയനീയമായിട്ടാണ് സംസാരിക്കുന്നത്. അതിന്റെ ആ ഒരു ഇന്റർവ്യൂവിന്റെ പ്രസക്തമായ ഭാഗങ്ങളൂടെ ഞാൻ വേണമെങ്കിൽ വെക്കാം ഗൈസ്, നിങ്ങളതൊന്ന് കേക്ക്. ആദ്യം അമ്മയ്ക്ക് എന്താണ് ഇവനെ പറ്റി പറയാനുള്ളതെന്ന് കേൾക്കാം. ആദ്യമായി അമ്മ ചാനലിന്റെ മുന്നിൽ വന്ന് പറയുകയാണ് ഗൈസ്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. എന്റെ മകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും വളർന്നു വരുന്ന ഒരു പിള്ളേരും ഇങ്ങനെ ചെയ്യരുത്. ഇപ്പൊ അവന്റെ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത്, നമ്മുടെ വീട് പോലും ഉള്ളത് പണയ ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത്. അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയുടെതാണ് അവനെ നാട്ടുകാർ ഓടിച്ചു വിട്ടത്. അതിന്റെ പേര് ഞങ്ങൾക്ക് എതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോ ഇട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ്. ഞങ്ങൾക്ക് 2 പേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാമില്ല, ജീവിക്കണം മരിക്കണം എന്നറിയാൻ മേലാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി. ആരോട് പറയും, എന്ത് ചെയ്യും? നമ്മളെ സംരക്ഷിക്കുന്ന മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഒരു പെങ്ങളെ കുറിച്ച് ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകൾ പറയുന്നത്. അവർക്ക് നാളെ ഒരു ഭാവി വേണ്ടേ? അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക. ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത്? പാതിരാത്രിയൊക്കെ 12-11-40 വന്ന് വല്ലവന്റെ വീട് അടിച്ചു പൊളിക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എനിക്ക് കൊടുക്കാൻ നിവർത്തിയില്ല. എനിക്കിപ്പോൾ വയ്യ ഒന്നാമത്തെ കാര്യം. കുറേ കാലം കല്യാണം കഴിച്ച കാലം മുതലുള്ള ബുദ്ധിമുട്ടാണ്. വന്നിട്ടുണ്ട്. അത് മകനല്ലേ ഇടുന്നത്, മറ്റാരുമല്ലല്ലോ. മകൻ തന്നെയാണ് എന്നെ കുറിച്ച് വേണ്ടാതീനം പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഭർത്താവിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പം മകൻ തന്നെ അപകീർത്തിപ്പെടുത്തുകയാണ്, പെങ്ങളെ പറ്റി പറയുകയാണ്. ഇങ്ങനെ പെങ്ങളൊക്കെ പറ്റി പറയാൻ പാടുണ്ടോ, എന്തിനാണോ കാശിന് വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് അമ്മ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നതിന്റെ കൂട്ട് തന്തേക്കാൾ മോശം എന്നെനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇനി ഇവനും പെങ്ങളും തമ്മിൽ നടന്ന ഒരു അടിയുടെ ചില ഭാഗങ്ങളൊക്കെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരൻ പുറത്തോട്ടുണ്ടായിരുന്നു. നമുക്ക് അതും കൂടെ കാണാം. ഇതിനകത്ത് മൊത്തം കണക്ക് പറച്ചിലാണ്, നിങ്ങൾ കേക്ക്. വീഡിയോ തുടങ്ങിയപ്പോ തന്നെ കണക്ക് പറച്ചില്ല. എന്റെ പൈസക്ക് തിന്നത്, എന്റെ പൈസക്ക് അപ്പിട്ട്, എന്തോ ഇവൻ കണക്കിന്റെ ആളാണ് ഇവൻ. രണ്ടുപേരും കണക്ക് പറയുന്നത്, നീ ഡിവിഡന്റ് പറയണ്ടേ, കേസാണ്. തിന്നിട്ടുണ്ട്, ഡ്രസ് മേടിച്ചു തന്നിട്ടുണ്ട്, വേറെ KFC മറ്റൊന്നും KFC പോയി ചിക്കൻ കഴിച്ചതിന്റെ വരെ ഇച്ചിക്കണക്കാണ് പറയുന്നത്. വല്ലാത്ത പറയുന്നില്ല, എല്ലാം കണക്കാ. ഇനി എന്താണ് പെങ്ങൾക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ഗൈസ്. പെങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം. ഇവൻ എന്തൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അത് കിട്ടിയില്ല. പിന്നെ ഈ പറഞ്ഞ അതിന്റെ പേരിൽ പ്രശ്നങ്ങളായി, ഓരോരോ പ്രശ്നം ഉണ്ടാക്കി ഇവൻ വിറ്റിട്ട് ബാക്കി ഗോൾഡ് ഇവന്റെ കയ്യിൽ വെച്ച് ഇവൻ ഭീഷണിപ്പെടുത്തി തരാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് വരെ. എന്നിട്ട് ആ പോലീസ് സ്റ്റേഷൻ ഉപദ്രവിച്ചു. ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാ കണ്ടപ്പോൾ നേരെ ഓടി എന്റെ അടുത്തോട്ട് വന്ന് എന്റെ മുഖത്തിട്ട് കറക്റ്റ് 4 വട്ടം അടിച്ച്. എന്നിട്ട് എന്റെ മുടിയെ കുത്തിപ്പിടിച്ച് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇവന്റെ വൈഫ് ഇതൊക്കെ കണ്ടവിടെ നിന്ന് നാട്ടുകാർ ഓടി വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറാറായ സമയമാണ് അവൾ എന്നിട്ട് പറഞ്ഞത് കിച്ചു വിടറ നാട്ടുകാർ വന്ന് സീനാണ്. അതുവരെ കണ്ട് ചിരിച്ചോണ്ട് നാളെ. അപ്പൊ അവൻ പറഞ്ഞു അവളുടെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് ഡിലീറ്റ് ആക്കിക്കാന്ന് പറഞ്ഞു. ഞാൻ ഓടി ഇറങ്ങിയപ്പോൾ എന്റെ പുറകെ അടിക്കാനായിട്ട് എന്നെ ഇറങ്ങി വന്ന്. അപ്പൊ ആൾക്കാർ എന്തുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ അടുത്തും എന്നെ ഉപദ്രവിച്ചത് അവർ കണ്ടു, എന്റെ മുഖത്തുള്ള പാടും ഒക്കെ അവർ കണ്ടു. ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ചേട്ടൻ പറഞ്ഞാൽ അടുത്ത ഭാവിയൊന്നുമല്ല. ഞാൻ പെങ്കൊച്ച, എനിക്ക് ബസ്സിൽ
എവിടെയെങ്കിലും പോകണ്ടേ? ഒരു മാനസികമായിട്ടൊരു വിഷമമുണ്ട്. ഒരു ആംഗ്ലമാർ നമ്മളെ എന്താ പറയാ സ്നേഹിക്കേണ്ട ഒരു ആംഗ്ലം ഇങ്ങനെ ചെയ്യുന്നതിൽ അല്ലേ? സ്നേഹിക്കേണ്ട ആംഗ്ലേ നല്ല ഏട്ടാ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കും പൊക്കോളി. സത്യമാണ്. എനിക്കൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാൽ എവിടെയെങ്കിലും എസ് റൂമിൽ കയറുന്ന ജോലിയാണ്. ഞാൻ അതിന് പോലും പോകാണ്ട് ഇവന്റെ കൂടെ കറക്റ്റ് 2 വർഷത്തോളം പോയി പണിയെടുത്ത് കൊടുത്തു. ആ പണിയെടുത്ത് കൊടുത്തതിന്റെ അതും എനിക്ക് എത്ര രൂപ തരുന്നതെന്ന് അറിയാമോ? ഒരു വാട്ടർ ടാങ്ക് ത്രൂ ഔട്ട് അവൻ വാട്ടർ ടാങ്കിൽ കയറി ചെയ്തിറങ്ങി അതിന്റെ സാധനങ്ങൾ ഇവരുടെ ഡ്രസ്സ് മാറാൻ പോകുമ്പോൾ ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ കഴുകി വെച്ച കടലിൽ പോയി ചൂണ്ടിയിട്ട് പണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ വെട്ടിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടും 50 രൂപ. ഇതാണ് ഇവന്റെ പരിപാടി. ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് ഈ പെങ്ങളെ പറ്റി പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെ പറ്റിയാണ് സംസാരിക്കുന്നത്. മാത്രമല്ല ഇവന്റെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോവാ, ഞാൻ അങ്ങനെയുള്ള ഒരു പെങ്കൊച്ചല്ല, ഞാൻ അങ്ങനെയുള്ള നടന്നുള്ളല്ലെന്ന് പ്രൂഫ് എന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ഈ പെങ്കൊച്ച് അവനെ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അമ്മയും പറയുന്നുണ്ട് ഒരു ചേട്ടൻ ഇങ്ങനെ പറയാൻ പാടുണ്ടോ. അപ്പൊ എന്താണെങ്കിലും ഇവര് ലീഗലി മൂവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവനെ ഈ പെങ്കൊച്ചിനെ ഉപദ്രവിച്ചു എന്നുള്ള തരത്തിൽ അതിന്റെ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നേരത്തെ കണ്ട ഒരു ന്യൂസിനകത്ത് വെച്ചത്. ഓക്കെ, അപ്പം അമ്മയുടെ വിഷമം മനസ്സിലാക്കിയ പ്രശ്നേഷ് പെങ്ങള് പ്രൂഫായിട്ട് വരാൻ വേണ്ടി പറഞ്ഞതിന്റെ പേരിൽ പ്രശ്നേഷ് വന്നു, പ്രൂഫായിട്ട് വന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സിസ്റ്ററിന്റെ അഫെയറിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഗൈസ്. അൺബോക്സിംഗ് വീഡിയോ ഓഫ് സിസ്റ്റേഴ്സ് അഫെയർസ്. ഓക്കെ, നമുക്ക് അതൊരു പ്രശ്നേഷിന്റെ വീഡിയോ കാണാം. വന്നിട്ട് എന്റെ അനിയത്തി വെല്ലുവിളിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് ഈ ഒരു വീഡിയോനകത്ത് പറയുന്നത്, ഇതിവിടെ കാണിക്കുന്നത്. നമ്മളിതിനകത്ത് ആ പയ്യൻ അല്ലെങ്കിൽ ഇവൻ പറയും ഇവനല്ലേ ഇവൻ പറഞ്ഞില്ലല്ലോ അതിശയം. എന്റെ പ്രൊഫൈൽ പിക്കും നെയിമും ഒക്കെ ബ്ലർ ചെയ്യുന്നത് അവന്റെ ഒരു സേഫ്റ്റി വേണ്ടിയിട്ടാണ്. കാരണം അവനായിട്ട് നമുക്ക് യാതൊരു വിഷയമില്ല, നമുക്ക് യാതൊരു വിഷയത്തിനും വന്നിട്ടില്ല. അനിയത്തി കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൂഫ് ഉണ്ടെങ്കിൽ കാണിക്കട്ടെ, അങ്ങനെ വെല്ലുവിളിച്ച്. അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഇവിടെ കാണിക്കുന്നത്. ആ പയ്യൻ ഇവർക്ക് മെസ്സേജ് അയച്ചാണ്, ചേച്ചി ഞാൻ റോഷിൻ ബോയ്ഫ്രണ്ട് ആണ്, ചേച്ചി എനിക്ക് ഒട്ടും പറ്റാത്ത കൊണ്ടാണ് ചേച്ചിക്ക് മെസ്സേജ് അയച്ചേ, അവൾക്ക് എന്നെ വേണ്ട എന്ന് പറഞ്ഞു. ആരോ ഏതോ ഒരു പയ്യൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് അതും പൊക്കി പിടിച്ചോണ്ടാണ് വന്നേക്കുന്നത്. ഇപ്പൊ ആർക്കാണ് നമുക്കാണെങ്കിൽ ഒരു വേക്കടി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മെസ്സേജ് അയപ്പിച്ചിട്ട് അങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്തെല്ലാമായിട്ട് ബാക്കി പറയാൻ പോലെ റിപ്ലൈ താ, എനിക്ക് പറ്റുന്നില്ല ചേച്ചി പ്ലീസ്, 1 month ആയി റോഷൻ പോയിട്ട്, ചേച്ചി മെസ്സേജ് കണ്ടാൽ റിപ്ലൈ തരൂ പ്ലീസ്, എനിക്ക് ഒട്ടും പറ്റണില്ല, അതാ ചേച്ചിക്ക് ഒന്നും അടുത്തത് ബാക്കി എന്താണ് എനിക്കറിയില്ല ചേച്ചി, ഞാൻ പെട്ട് നിൽക്കുക, ഞാൻ ഒട്ടും ഓക്കെ അല്ല, എനിക്ക് ഒട്ടും പറ്റണില്ല, അതാ ചേച്ചിക്ക് മെസ്സേജ് ഒന്നും തോന്നല്ലേ, അവൾ എന്നെ എല്ലായിടം ബ്ലോക്ക് ചെയ്തു, എനിക്ക് പറ്റുന്നില്ല ചേച്ചി. ആക്ച്വലി ഈ ഒരു പയ്യനെ നമുക്ക് പേഴ്സണലി അറിയില്ലെങ്കിലും ഇവന്റെ കാര്യം നമുക്കറിയാം. ഇവര് പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി പഠിക്കുന്ന സമയത്തോ പഠിച്ചു കഴിഞ്ഞപ്പോഴും കൊണ്ട് അപ്പുറത്തെ ബാച്ചിലാണ് പഠിച്ചത്. അങ്ങനെ കണക്കായി എന്നാണ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവനറിയില്ല വീട്ടിൽ അറിയാവുന്ന കാര്യം, വീട്ടിലെ പ്രശ്നങ്ങൾ അങ്ങനെ നമ്മൾ അവളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇടപെടുക, അവൾ അങ്ങനെ ലിമിറ്റ് ചെയ്യുന്ന ടീമല്ല എന്നുള്ളത് അവനറിയില്ല. അവർക്ക് പറഞ്ഞേക്കുന്നത് വീട്ടിലറിഞ്ഞ ഭയങ്കര വിഷയമാണ്, വീട്ടിൽ മുട്ട സീനാണെന്നൊക്കെയാണ്. അപ്പോൾ ഇവളെ ഏതോ ഒരു നിമിഷത്തിൽ നമ്മുടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അവനെ ഈ പറഞ്ഞ പോലെ നൈസായിട്ടങ്ങ് ഒഴിവാക്കുവാണ്. എന്തിന്റെ പേര് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആയപ്പോൾ അവൾ പറഞ്ഞു ഇവൾ അവളെ കൊണ്ട് ഏതോ ഡിപ്രഷൻ ക്ലിനിക്കിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്തു, എന്റെ അനിയത്തിക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു. അങ്ങനെ അവളെ കൺവിൻസ് ചെയ്ത് ഡോക്ടർ ഈ റിലേഷൻ ഹെൽത്തി അല്ലാന്ന് അങ്ങനെ പറഞ്ഞാണ് ആ പയ്യനെ നൈസായിട്ട് ഒഴിവാക്കിയത്. അപ്പോൾ ഞങ്ങൾ ഓർത്തു ആ പയ്യൻ മേ ബി ടോക്സിക് ആയതുകൊണ്ട് ആവാൻ നോർത്തു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല കേട്ടോ. പക്ഷേ എനിക്കിത് കുറച്ച് ഫിഷ് ആയിട്ട് തോന്നിയപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഇവളെ ഹെൽപ്പ് എല്ലാം ചോദിച്ചൊന്നും നമ്മുടെ അല്ല, ഇവളുടെ കുറച്ച് പുരുഷന്മാരായിട്ടുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് ഇവർക്ക് തീരുമാനിക്കാനെന്ന് ഒരു ഡയലോഗ് ഇവിടേക്ക് പറഞ്ഞത് എനിക്ക് ഭയങ്കര റോങ് ആയിട്ട് തോന്നി. പക്ഷെ ഞാൻ ആർക്കെങ്കിലും ഒന്നും അവൾക്ക് പോയി ഇടപെടാനൊന്നും പോയില്ല. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇടപെട്ട പുരുഷൻ കൂട്ടുകാരന്മാരിൽ ഒരു കൂട്ടുകാരൻ, പേരൊന്നും പറയില്ല, പയ്യനുമായിട്ട് മറ്റവൻ പോകുമ്പോൾ തന്നെ കണക്ട് ആയി. അപ്പൊ ഞാനത് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ആയിരിക്കും നോക്കും, പക്ഷേ പിന്നീട് മനസ്സിലായി ഫ്രണ്ട്ഷിപ്പിന്റെ അല്ല. സഹോദരന്മാർ ഇവനെ കണ്ടുപിടിക്കണം. അനിയത്തിയെ പറ്റിയാണ് ഈ പറഞ്ഞത്. 2025 ബെസ്റ്റ് സഹോദരൻ അവാർഡ് ഇവന് കൊടുക്കണം. ഉത്തമനായ സഹോദരൻ. അമ്മ വന്ന് പറഞ്ഞു മോനെ എന്തിനാടാ ഞങ്ങളെ ഇങ്ങനെ ദുഷിക്കുന്നത്, അവൻ പ്രൂഫ് അടക്കമായിട്ട് വന്ന് ദുഷിക്കുന്നു. മിടുക്കനാ. പിന്നെ ഇവൻ പറയുന്നതിനകത്ത് കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പെങ്കൊച്ചിന്റെ ഭാവിയാണ്, ഇവന്റെ സ്വന്തം പെങ്ങളാണ്. ആ ഒരു പരിഗണന വെച്ച് വേണമെങ്കിൽ ഇവന് മിണ്ടാതിരിക്കാം അല്ലേ. ഇങ്ങനെ വന്ന് പറയാൻ പാടുണ്ടോ എന്നറി, എനിക്കത് അറിയാൻ പറ്റില്ലാത്ത. നീ വിചാരിക്കുന്നതിനേക്കാളും ഇതായിക്കോട്ടെ, എന്നാലും ഒരു സഹോദരൻ വന്ന് ഇങ്ങനെ പറയാൻ പാടില്ല. ഇത് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അവരായിട്ട് ആദ്യം സോഷ്യൽ മീഡിയയിലോട്ട് എടുത്തിട്ട സംഭവം അല്ല, ഇത് നീയായിട്ടാണ് ഈ ഒരു സാധനം സോഷ്യൽ മീഡിയയിലോട്ട് കൊണ്ടുവന്നിട്ട് അവരെ ഇങ്ങനെ ഇട്ട് വലിച്ചു കീറുന്നത്. ഇങ്ങനെ വന്നിരുന്ന് സ്വന്തം പെങ്ങളെ അപരാധിക്കാൻ ലേശം ഉളുപ്പുണ്ടാ നിനക്ക്? ബാക്കി കേൾക്കാം. നമുക്ക് ഓഹരിയും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ ആ ഓൾറെഡി ഇപ്പൊ താമസിക്കുന്ന വീടിന് വേണ്ടി ഞാൻ ഇട്ടേക്കുന്ന എന്റെ ഈ വെള്ളിയും കൂടെ പൈസ ഫ്രീ ആക്കുക, അല്ലെങ്കിൽ ചിഞ്ചുവിന്റെ ഗോൾഡ് എന്റെ വീട്ടുകാർ പറഞ്ഞിട്ടാണ് ആക്ച്വലി കമ്പനിയുടെ പേരിൽ ലോൺ എടുക്കാണ്ട് ഗോൾഡ് ലോൺ എടുത്തത്. അപ്പോൾ അതിനകത്ത് ചിഞ്ചുവിന്റെ ഗോൾഡ് തന്നെയാണ് ലോൺ വെച്ചിരുന്നത്. അത് ഓൾറെഡി ഞാൻ അടയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ ഫണ്ട് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ തീർക്കുമ്പോഴേ ആ ഗോൾഡ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുള്ളൂ. നമ്മുടെ കിട്ടുമ്പോഴത്തേക്ക് അത് തിരിച്ചു കൊടുക്കാം. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിന് 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയുള്ള സാധനം വിൽക്കുകയോ വല്ലതും ചെയ്തിട്ട് നമ്മുടെ 2 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സെറ്റിൽ ആവും. അപ്പോൾ നമ്മൾ ഫ്രീ ആയി. നമുക്ക് അവരൊന്നും തണ്ട. ഇത്രയും കാലമായിട്ട് അച്ഛൻ തന്നതിന് അക്കൗണ്ടിൽ മിച്ചം വെച്ച് കൊടുത്തേക്കുന്ന ഇപ്പം അമ്മയുടെ അക്കൗണ്ടിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലീസിന്റെ കിടക്കുന്നത് തിരിച്ചു കിട്ടുമ്പോൾ 7 ലക്ഷം രൂപ ആ ഒരു എമൗണ്ട് മാത്രം കിട്ടും. ഉദയപതിയിലെ 3 സെന്റ് വീട് സ്ഥലവും കിടപ്പുണ്ട്. അതുപോലെ ചിഞ്ചുവിന്റെ എത്രയോ ഒരു 10-15 സ്വർണ്ണം 15 സ്വർണ്ണം കണ്ട ഇപ്പം 10-15 ആണെന്ന് തോന്നുന്നു മിച്ചുള്ളത്. ഇതൊക്കെ അവർക്ക് സ്വന്തമല്ലേ, എന്റെ കയ്യിൽ ഒന്നും വേണ്ട. സ്വർണ്ണോ കാശോ സ്ഥലവോ ഷെയറോ ഒന്നും വേണ്ട. ഞങ്ങൾ ഒന്നും ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ കാശ് ആവശ്യമുണ്ട്. അതെ, അത്രേ ചോദിച്ചിട്ടുള്ളൂ.
നിങ്ങൾ എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലെങ്കിൽ വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം. ഇവന്റെ 2.5 ലക്ഷം രൂപ അവരെ കിടപ്പുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ കടന്ന് ഡയലോഗ് അടിക്കുന്നത്. ഇവിടെ 2.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് നീ നിന്റെ അനിയത്തിയെ നിന്റെ അമ്മയെ ഇങ്ങനെ ഇരുന്ന് യൂട്യൂബിൽ ഇരുന്ന് അപരാധിക്കുന്നത്. എന്താണെങ്കിലും ഇവന്റെ അപരാധത്തിന് പ്രയോജനമുണ്ട് കേട്ടാ. ഇവന്റെ ഐഡിയ വേറെയാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് ഇവന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇട്ട വീഡിയോസിന്റെ വ്യൂവർഷിപ്പ് 2,10,000, 1,36,000, 1,09,000, 62,000. ലാസ്റ്റ് ഇട്ട 4 വീഡിയോയുടെ വ്യൂവർഷിപ്പ് ആണ്. ഇതിന് തൊട്ട് മുമ്പിട്ടുള്ള വീഡിയോയുടെ വ്യൂവർഷിപ്പ് ഞാൻ കാണിക്കാം. 10,000, 14,000, 9,000, 6,700, 6,600, 7,700, 2,800. ഇതിനേക്കാളും താപ്പോട്ടാണ് ഇവന്റെ ലോങ് വീഡിയോസിന്റെ വ്യൂവർഷിപ്പ്. യൂട്യൂബിൽ ഈ ഷോർട്സ് ഇട്ടാലൊന്നും ഷൂട്ട്സിന് വ്യൂവർഷിപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ലായിട്ടൊന്നും കിട്ടപ്പോയില്ല. ലോങ് വീഡിയോസ് എന്തെങ്കിലും വ്യൂവർഷിപ്പ് ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഒരു ഷോർട്സിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഷോർട്സിന് ഒരു 1 മില്യൺ വ്യൂവർഷിപ്പ് കിട്ടിയെന്ന് വിചാരിക്കാം. ഷോർട്സിന് ഒരു 800 രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ലോങ് വീഡിയോയ്ക്കാണ് ഒരു 1 മില്യൺ വ്യൂവർഷിപ്പ് കിട്ടുന്നതെങ്കിൽ ഈ ഷോർട്സിനകത്ത് കിട്ടുന്നതിന്റെ ചിലപ്പോൾ ഒരു 10 ഇരട്ടിയൊക്കെ ആയിരിക്കും ലോങ് വീഡിയോസിന് വരുന്നത്. അപ്പൊ ഇവന് മനസ്സിലായി ഷോർട്സ് ഇട്ട് കാര്യമില്ല, ലോങ് വീഡിയോസ്. എന്നാൽ ലോങ് വീഡിയോസിനകത്ത് നിന്ന് സാധനം ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള എക്സ്ക്ലൂസീവ് സാധനം അങ്ങനെ അപരാധിക്കണം. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ ഏറ്റവും അടുത്ത അപരാധം പറയാൻ പറ്റിയത് അമ്മ ആണ്ട് പെങ്ങളുണ്ട്. പരിപാടി അങ്ങോട്ട് തുടങ്ങി. ഇവന് അങ്ങോട്ട് പോകാൻ വേണ്ടി 2.5 ലക്ഷം രൂപ അങ്ങോട്ട് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അപരാധം പറച്ചിലാണ് നിങ്ങൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവന്റെ പ്ലാൻ എന്തായാലും കൊള്ളാം. വീട്ടുകാരുടെ ചോദിച്ചപ്പോൾ വീട്ടുകാർ കൊടുത്തില്ല. അതുകൊണ്ട് അവരെ വെച്ച് അവരെ താഴ്ത്തി കെട്ടി അവരെ ചവിട്ടി തേച്ച് യൂട്യൂബിൽ നിന്ന് അവരെ വെച്ച് തന്നെ പൈസ ഉണ്ടായി. മിടുക്കനാ, നല്ല ബെസ്റ്റ് ഒന്നാം തരം മോന. ഇവനെ പോലുള്ള ഒരു ചേട്ടൻ, ഇവനെ പോലുള്ള ഒരു മകനൊക്കെ ഉണ്ടെങ്കിൽ ആഹാ സൂപ്പർ ആയിരിക്കും. ബേസിക്കലി ഈ അടി എന്ന് പറയുന്നത് ഗോൾഡിന് വേണ്ടിയിട്ടാണ്. ഗോൾഡിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കേൾപ്പിക്കാം. പറഞ്ഞു ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, വീട് ചിഞ്ചുവിനെ കെട്ടിക്കുമ്പോഴത്തേക്കും വെക്കുള്ളൂ, സ്വർണ്ണം ചിഞ്ചുവിനെ വിൽക്കത്തില്ല. അപ്പൊ ചിഞ്ചു പറഞ്ഞ പുറത്തു വന്നിട്ട് പറഞ്ഞു എന്റെ സ്വർണ്ണം വിൽക്കാൻ പറ്റത്തില്ല, എന്റെ സ്വർണ്ണം നീ തൊടേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു ചിഞ്ചു നീ എന്താ പറയുന്നത്, എനിക്ക് നിന്റെ സ്വർണ്ണം അടിച്ചു മാറ്റേണ്ട കാര്യമോ ഒന്നുമില്ല. എന്റെ 2.5 ലക്ഷം രൂപ എനിക്ക് ഫ്രീ ആക്കാനായിട്ട് വേറെ ഓപ്ഷൻസ് നിങ്ങൾ സെറ്റ് ചെയ്തു. കാരണം എന്റെ 2.5 ലക്ഷം രൂപ നിങ്ങൾക്കാണ് തിരിച്ച് ഇതിന്റെ കാലാവധി കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഇവന്റെ 2.5 ലക്ഷം രൂപ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഗോൾഡിന് വേണ്ടിയിട്ടുള്ള അടിയാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത്. ഇവൻ വലിയമായി വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഡൗറി മേടിക്കാതെ അല്ലെങ്കിൽ നോ ഗോൾഡ് മാരേജ് ആണ് കഴിച്ചത് എന്ന് വെച്ചാൽ ആ പെങ്കൊച്ചിനെ കെട്ടിയപ്പോൾ ഒരു ഗോൾഡ് പോലും ഇവൻ വാങ്ങിയിട്ടില്ല എന്നുള്ള തരത്തിലൊക്കെ ഭയങ്കര ഡയലോഗ്. എന്നിട്ടാണ് ഈ നാറി അനിയത്തിയുടെ ഗോൾഡിന് വേണ്ടിയിട്ട് അവിടെ കടന്ന് അപരാധിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഇവർ ലീസിനെടുത്തേക്കുന്ന ഈ വീടിനകത്ത് 5.5 ലക്ഷം രൂപ ഇത് ഇവന്റെ അച്ഛന്റെ പൈസ. ഈ പെങ്കൊച്ചിന്റെ ഇപ്പോഴത്തെ ഈ അടി ഉണ്ടാക്കുന്ന ഗോൾഡ് അതും ഇവന്റെ അച്ഛൻ ഉണ്ടാക്കി കൊടുത്ത പൈസ. മാസം ഇവന്റെ അമ്മയ്ക്ക് 12,000 രൂപ അക്കൗണ്ടിൽ വരും, അതും ഇവന്റെ അച്ഛന്റെ പൈസ. എന്നിട്ട് ഇങ്ങനെയാണ് ഇവൻ ഏറ്റവും കൂടുതൽ കൊന്നു നിന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇവന്റെ യൂട്യൂബ് ചാനലിൽ കൂടി ഇവൻ ആദ്യമായിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം കൊന്നത്. ഈ സെയിം സാധനം തന്നെയാണ് ഇവൻ ഈ അമ്മയുടെയും പെങ്ങളുടെയും പേരിൽ ഇപ്പൊ ഇവിടെ കടന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കും. ആദ്യം ഷോർട്സിനകത്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ അപരാധിച്ചു, ഇപ്പൊ ലോങ് വീഡിയോസിനകത്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മയും പെങ്ങളെ അപരാധിക്കും. നല്ല ബിസിനസ്മാനാണ് കേട്ടോ, ഭയങ്കര ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള തിങ്കിങ്. എന്റെ മോനെ നിങ്ങളൊന്ന് ആലോചിക്കണം, ആ തന്തയുടെ കുറ്റം പറയാത്ത ഒരു വീഡിയോ പോലും കാണത്തില്ല ഇവന്റെ ചാനലിൽ. അങ്ങനെ വെച്ച് നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കി. ഏതോ ഒരു ഷോർട്സിനെ കണ്ട് 60 ലക്ഷം പേരെ കണ്ടാണ് ഇടയ്ക്കിടക്ക് അമ്മയെ വിളിച്ചോണ്ട് വന്നിട്ട് അച്ഛൻ ഞങ്ങളുടെ ചോറിനകത്ത് മണ്ണിമാരി ഇടുമായിരുന്നു, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വൺ ഡയലോഗ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇവൻ എത്രമാത്രം എച്ചിയാണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് ഞാൻ കാണിച്ചു തരാം. ആദ്യം വർഷം 10,000, രണ്ടാമത്തെ വർഷം 14,000, മൂന്നാമത്തെ വർഷം 12,000 എന്നിങ്ങനെയായിരുന്നു. ഡിഗ്രിക്ക് ബികോം അവൾ പഠിച്ചപ്പോഴത്തേക്കും മിനർവ കോളേജ് അനിയത്തിയെ പഠിപ്പിച്ച സമയത്ത് ഇവൻ ചെലവാക്കി എന്ന് പറയുന്ന പൈസയുടെ കണക്കാണ് ഈ ഒരു വീഡിയോക്കകത്ത് ഇപ്പൊ വന്ന് പറയുന്നത്. ഇവൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ട സമയത്ത് ഈ കണക്ക് അതിനകത്തും വന്ന് പറയുന്നുണ്ട്. വേറൊന്നൂടെ കാണിച്ചു തരാം. എന്റെ കൂട്ടുകാർ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവർ ലാസ്റ്റ് ഇയർ 5 ദിവസം ട്രിപ്പ് പോയപ്പോൾ ഞാൻ 5 ദിവസം ട്രിപ്പ് പോയത് വർക്ക് സൈറ്റിലാണ്. പെയിന്റ് പണിയിൽ പേപ്പർ പിടിക്കാനാണ് പോയത്. ചിഞ്ചുവിനെ 2 ദിവസം 3 ദിവസം കണ്ട ടൂർ ഞാൻ പൈസ കൊടുത്ത് വിട്ടത് 2,700 ചിലോനും കണ്ട. ഇല്ല, വെട്ട സിനിമയ്ക്കകത്ത് ഓർമ്മ എന്റെ 2,550 പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം എന്ന് പറയുന്നത് 2,500 രൂപയ്ക്ക് പെങ്ങളെ ട്രിപ്പ് വിട്ടതിന്റെ വരെ കണക്ക് വരെ ഇവിടെ വന്നിരുന്ന് പറയുക. ഇതിപ്പം ഇത് കഴിഞ്ഞ വീഡിയോക്ക് അതും പറഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോക്ക് അതും പറഞ്ഞിട്ടുണ്ട്. 3 വീഡിയോയിലേക്കകത്ത് തന്നെ 2 വട്ടം ഇത് റിപ്പീറ്റ് അടിച്ച് പറഞ്ഞു. ഈ 10,000 കൊടുത്ത് 20,000 കൊടുത്ത് 25,000 കൊടുത്ത് 2,500 ട്രിപ്പ് വിട്ട്. ഇപ്പൊ നമ്മൾ തന്നെ ഇത് കേട്ടിട്ട് നമുക്ക് തന്നെ ഒരുമാതിരി വരുന്നു. അന്നേരം ഈ വീട്ടിൽ ഇവനോട് താമസിക്കുന്ന ഈ അമ്മയും പെങ്ങളും എത്ര തവണ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും ദൈവമേ. അവരെ സമ്മതിക്കണം കേട്ടോ, കംപ്ലീറ്റ് എത്തി കണക്കാ വന്നിരുന്നു പറയുന്നത്. അപ്പോ അടുത്തതായി നമുക്ക് പ്രശ്നേഷിന്റെ കുറച്ച് മിമിക്രികൾ കാണാം ഗൈസ്. ആദ്യമായി പ്രശ്നേഷ് അവതരിപ്പിക്കാൻ പോകുന്നത് കടുവയാണ് ഗൈസ്. കടുവ അതായത് അമ്മ വന്ന് മുമ്പിൽ നിന്നിട്ട് ഞാൻ ഇവിടെ ഫോൺ പിടിച്ചോണ്ടിരിക്കുക, അവൾ എന്റെ കൊങ്ങ പിടിച്ചിരിക്കുക. അമ്മ വന്നിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു 3 മാർക്ക് എന്റെ ഈ വണ്ടി അപ്പൊ ആദ്യമായി പുലിയാണ് കാണിച്ചത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് പ്രശ്നേഷ് അവതരിപ്പിക്കാൻ പോകുന്നത് കുറുക്കൻ. വീഡിയോ കാണാം. കൈ എന്റെ കഴുത്തിലിരിക്കുകയാണ്, ഞാൻ ഫോൺ പിടിച്ചു. എനിക്ക് ആ ഫോൺ എങ്ങനെയും മേടിക്കണം എന്നുള്ളതാണ്. അപ്പൊ അമ്മ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് പോയി. അതും എനിക്ക് ഓർമ്മയുണ്ട്, കാണിച്ചേടാ ഇങ്ങനെയാണ് കൂവിയത്. അങ്ങനെ കൂവിയപ്പോഴത്തേക്കും കുറച്ച് വല്ലാത്ത ഭയങ്കര മൾട്ടി ടാലന്റഡ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള പുലിയുടെയും കുറുക്കന്റെ ഒക്കെ മിമിക്രികൾ എടുക്കാറുണ്ട്. സ്വന്തം അമ്മയെ പറ്റിയാണ് ഈ പറഞ്ഞതെന്ന് മാത്രം. ഓക്കെ,
അമ്മ വന്നിങ്ങനെ എന്നിട്ട് അമ്മ എന്റെ മോനെ സമ്മതിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഓരോ മിമിക്രികൾ കാണിക്കും. ഇവന്റെ വികൃതികൾ ഞാനിങ്ങ് തോറ്റ്. അപ്പൊ ഈ വീട്ടിൽ നടന്ന അടിയെ പറ്റിയാണ് ഈ പറഞ്ഞത്. ഇവന്റെ അനിയത്തി ഇവനെ അറിയാതെ ഇവന്റെ വീഡിയോയുടെ സമയത്ത് ഫോൺ തട്ടിപ്പറിക്കാൻ നേരത്ത് അവിടെ അടിയുണ്ടായി. ഇവന്റെ കഴുത്തിന് പെങ്ങളെ കുത്തിപ്പിടിച്ചു. അമ്മ വന്ന് ഇങ്ങനെ മാന്തി. അത് കഴിഞ്ഞ് ആൾക്കാർ കൂടി. ഇതിനെയൊക്കെ പറ്റിയാണ് ഈ വന്ന് പറഞ്ഞത്. അന്ന് രാത്രി അവിടെ നടന്ന ഒരു വിഷ്വലും കൂടെ മറ്റേ പുള്ളിയുടെ ചാനലിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൂടെ ഒന്ന് വെക്കാം. ഇപ്പൊ പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടുത്തണം. അപ്പൊ എല്ലാരെയും കൂടെ ഇടപെടുത്തുവാണ്. ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ വീഡിയോ എടുത്താ രാത്രി ഒന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വിടാ എന്ത് എന്നിട്ട് അങ്ങനെ നാട്ടുകാർ മൊത്തം ഇടപെട്ടു. നാട്ടുകാർ ഇടപെട്ടതിന്റെ മെയിൻ റീസൺ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ ഇവർ തന്നെ പറയുന്നുണ്ട്. കാരണം ആൾക്കാരെ കൂടെ നിൽക്കുന്ന വേറെ കൊണ്ടല്ല, ഇവനോടുള്ള വിദ്വേഷം കൊണ്ട്. കാരണം വേറെ ഞാൻ പറഞ്ഞ പോലെ ആരെയും ബെഡ്റൂമിൽ കയറി പ്രശ്നം കളിച്ചില്ല. ഞാൻ ഉള്ള ആളാണ്. സോഷ്യൽ മീഡിയയിൽ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് അപ്പൊ അവർക്ക് തന്നെ മനസ്സിലായി വീട്ടുകാരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഇവനോടുള്ള വിദ്വേഷം കാരണമാണ് ആളുകൾ ഇടപെട്ടത്. മനസ്സിലായോ? അത് സത്യമാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. നിനക്ക് രണ്ടെണ്ണം തരണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും ആൾക്കാരെല്ലാം കൂടിയത്. യാഥാർത്ഥ്യമാണ് മോനെ, അത് നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം ഇവനെ കൊണ്ട് ആ വീട്ടുകാരും ആ നാട്ടുകാരും പൊറുതിമുട്ടി. എനിക്ക് വന്ന് ഇവൻ താമസിക്കുന്ന ഭാഗത്ത് ഇപ്പൊ വസ്തുവിനൊക്കെ വിലക്കുറവായിരിക്കും. ഇപ്പോഴാണ് പോയി മേടിച്ചാൽ ചുടുകന് കിട്ടും. ഇവനെ എത്ര പെട്ടെന്ന് പോലെ പാകിസ്ഥാനിലോട്ടോ അമേരിക്കയിലോട്ടോ കയറ്റിവിടും. നമ്മുടെ ശത്രു രാജ്യത്തോട്ട് കയറ്റിവിട്ടാൽ മതി. അവിടുത്തെ മാർക്കറ്റ് അങ്ങ് ഇടിഞ്ഞോളും. അപ്പൊ ഈ വീഡിയോക്കകത്ത് ഇനിയും അങ്ങ് വരുന്ന അടിക്കുന്നുണ്ട്. ചുമ്മാ ഒരു കാര്യമില്ല, ഈ പറഞ്ഞ തന്നെ റിപ്പീറ്റ് അടിച്ചോണ്ടിരിക്കുക. എല്ലാം കൂടെ എടുത്ത് വെക്കുന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ ബോറടിച്ചു. ഇവൻ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ കേസും വഴക്കും ഒക്കെ ആയതിനു ശേഷം ആ ഒരു സംഭവം കൂടെ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പണിയൊന്നും നോക്കാം. കുറെ പേര് ചോദിക്കുന്നുണ്ട് അണ്ണാ എപ്പോഴാണ് ജയിലിലോട്ട് പോണേന്ന്. എനിക്ക് അറിയത്തില്ല. പോകാൻ വേണ്ടി വരുമ്പോ നമുക്ക് പോവാം. നെഞ്ചി പിരിച്ച് തന്നെ പോകാം. ആണുങ്ങൾക്കുള്ളതാണ് ജയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പോവാം. എന്താടാ മോനെ, പെണ്ണുങ്ങളെ ജയിലിൽ കിടന്നാൽ പറ്റൂലേ? ആണുങ്ങൾക്കുള്ളതാണ് ജയിലെന്ന് പറയാം. ഇവനെ ജയിലിലിട്ട് കഴിഞ്ഞാൽ നല്ല ജയിലായിരിക്കും. ഇവനെ കൊണ്ട് അവിടെ പുറത്ത് വിട്ടിട്ട് അവരെ എനിക്ക് പിറ്റേ ദിവസം തന്നെ ഇറക്കി വിടും. ഇവനെ ജയിലൊന്നും ഇടാൻ പറ്റൂല്ലോ. ഇവനെ വേറെ എവിടെയെങ്കിലും കൊണ്ടിടാൻ. ബാക്കിയോടെ കേൾക്കാം. ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒഫീഷ്യലായിട്ടൊരു വാർത്ത വന്നു. അപ്പൊ ഞാനും ഭയങ്കര ഹാപ്പിയായി. മിടുക്കൻ, ഫേമസ് ആയി. ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ വന്നേക്കട്ടോ. കാരണം ആദ്യമായിട്ടാണ് കേസും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും സന്തോഷം. അപ്പോ കേസിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അമ്മയും പെങ്ങളെയും അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വന്നു. അതുപോലെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, അപകീർത്തിപ്പെടുത്തൽ. അതായത് ഈ 3 വകുപ്പാണ് വന്നേക്കുന്നത്. എനിക്ക് 100% ഉറപ്പായിട്ട് അറിയാം ഇതിനകത്ത് വേറെ പ്രൂഫോ കാര്യങ്ങളില്ല. കാരണം ഇവർ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ അടിയിട്ടെങ്കിൽ അതിന്റെ വീഡിയോ കാര്യങ്ങൾ എന്താ വരാതെ. ഞാൻ ഫോണിലാണ് കയറി പിടിച്ചത്, അവളാണ് എന്നെ കൊണ്ട് കയറി പിടിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പൊ അത്രയും കൂടെ പറയാനായിട്ട് ഇതൊക്കെ നമുക്ക് ഇനി കോടതി പോകണമെങ്കിൽ കോടതി പോയി തെളിയിക്കാം, അല്ലെങ്കിൽ തെളിയിക്കാൻ ശ്രമിക്കാം. എന്താവുമെന്ന് അറിയില്ല. എന്തെങ്കിലും ആവട്ടെ. ഇനി അകത്ത് പോകണമെങ്കിലും അതിന് ഞാൻ റെഡിയാണ്. നോ പ്രോബ്ലം. അകത്ത് പോകാനും റെഡി ആയിട്ടാണ് ഗൈസ് നമ്മുടെ പ്രശ്നേഷ് കുട്ടാപ്പി നിൽക്കുന്നത്. നീ അകത്തൊന്നും പോയില്ലേട്ടാ. നീ അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ വണ്ടി എടുക്കും? നിന്നെ വെച്ചെങ്കിലും ഒരു പെട്ടിയാട്ടമെങ്കിലും മേടിക്കണമെന്ന് പറയാൻ ആയിരിക്കണേ. അങ്ങനെയൊന്നും പോകാൻ പാടില്ല. നീ ഇവിടെ വേണം. ഇങ്ങനെ ഒരു ജന്മത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ കാണത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ. അല്ലാത്തൊരു ജാതി തന്നെ. എന്താണ് ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഇനി പറഞ്ഞ വല്ലതും തെറി ഞാൻ വിളിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടേ താഴെ ഒന്ന് കമന്റ് ചെയ്യും. അപ്പൊ ശരിയെങ്കിൽ പിന്നെ വീഡിയോ ഇട്ട് വരാം. ഓക്കെ, ബൈ.